everyone, welcome to X and Y Learning. അപ്പോൾ നമ്മുടെ CM Kids Scholarship 2026ന്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട കുറച്ച് ഗ്രാമർ ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഫ്രേസൽ വെർബ് ആണ്. അപ്പോൾ മക്കൾക്ക് അറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത് അല്ലേ. ഈ സ്കോളർഷിപ്പ് എക്സാമിന് മാത്രമല്ല, അതല്ലാണ്ട് നമുക്ക് നമ്മുടെ സ്കൂളിലെ എക്സാമിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഫ്രേസൽ വെർബ്സ്. അപ്പോൾ നമുക്ക് CM Kids സ്കോളർഷിപ്പ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫ്രേസൽ വെർബ്സ് ഒന്ന് പരിചയപ്പെട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ആദ്യം ഫ്രേസൽ വെർബ്സ് എന്ന് പറഞ്ഞാൽ എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഫ്രേസൽ വെർബ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സാധാ വെർബ് ഉണ്ടല്ലോ, നമ്മൾ സാധാരണ പറയുന്ന നമ്മുടെ പ്രവൃത്തിയുടെ കൂടെ ഒരു പ്രപ്പോസിഷനോ അല്ലെങ്കിൽ ഒരു ആഡ് വെർബോ ആഡ് ചെയ്തതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രേസൽ വെർബിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നമ്മുടെ ആദ്യമുള്ള ഈ വെർബ് ഉണ്ടല്ലോ, ഈ വെർബിന്റെ കൂടെ ഈ പ്രപ്പോസിഷനോ അല്ലെങ്കിൽ ആഡ് വെർബോ ആഡ് ചെയ്യുന്നതോടുകൂടി ഈ വെർബിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ് എന്ത് കിട്ടുന്നത്, നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതാണ് ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ഫ്രേസൽ വെർബ് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രേസൽ വെർബാണ്. എന്താണ്? ലുക്ക് ആഫ്റ്റർ. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ടേക്ക് കെയർ ഓഫ് എന്നാണ് മീനിങ്. അതായത് ടേക്ക് കെയർ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരാളെ കെയർ ചെയ്യുന്നതിനാണ്, അല്ലെങ്കിൽ ഒരാളെ നമ്മൾ സംരക്ഷിച്ച് നോക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ടേക്ക് കെയർ ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മീനിങ്ങിൽ നമ്മൾ പറയുന്ന ഫ്രേസൽ വെർബാണ് എന്ത്, ലുക്ക് ആഫ്റ്റർ എന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഷീ ലുക്സ് ആഫ്റ്റർ ഹെർ സിസ്റ്റർ. അതിൻ്റെ അർത്ഥം എന്താണ്? അവളുടെ സിസ്റ്ററിനെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യും എന്നാണ്. അടുത്ത എക്സാമ്പിൾ എന്താണെന്ന് നോക്കിക്കേ. ഹീ ലുക്സ് ആഫ്റ്റർ ദ ഗാർഡൻ. അതിനർത്ഥം എന്താ? അവൻ്റെ ഗാർഡൻ നന്നായിട്ട് പരിപാലിക്കും എന്നാണ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് എന്താണ്? ഗിവ് അപ്പ്. ഇത് ഈസിയാണ് അല്ലേ, നമുക്ക് എപ്പോഴും നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു ഫ്രേസൽ വെർബാണ് ഗിവ് അപ്പ് എന്ന് പറയുന്നത്. ഗിവ് അപ്പ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? സ്റ്റോപ്പ് ട്രൈയിങ് എന്നാണ്. അതായത് നമ്മൾ ട്രൈ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തു, നമ്മൾ ഉപേക്ഷിച്ചു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗിവ് അപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ചില സമയത്ത് പരീക്ഷയ്ക്കൊക്കെ പഠിച്ചിട്ടേ നമുക്ക് ചില പാഠമൊക്കെ മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, ആ പാഠം ഞാൻ പഠിക്കണില്ല, ഐ ഗേവ് അപ്പ് എന്ന് പറയൂല്ലേ. അപ്പം അതുപോലെ നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞു, ഇത് നടക്കൂല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അത് വിട്ട് കളഞ്ഞു. അതിന് പറയുന്ന ഫ്രേസൽ വെർബാണ് എന്ത്, ഗിവ് അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ നോക്കിക്കേ. ഡോണ്ട് ഗിവ് അപ്പ് ദ ഹോപ്പ്. നമ്മൾ പ്രതീക്ഷ ഒരിക്കലും എന്ത് ചെയ്യരുത്, വിട്ട് കളയരുത്. അടുത്ത എക്സാമ്പിൾ എന്താണ്? ഷീ ഗേവ് അപ്പ് ദ ഗെയിം. അപ്പോൾ തോൽക്കുന്ന് കണ്ടപ്പോൾ അവൾ എന്ത് ചെയ്തു, അവൾ കളി ഗേവ് അപ്പ് ചെയ്തു. അവൾ എന്ത് ചെയ്തു, ഇനി കളിക്കണ്ടെന്ന് തീരുമാനിച്ച് വേഗം കയറി. ഓക്കെ, അപ്പോൾ ഗിവ് അപ്പ് ഇനി മറക്കൂലല്ലോ. അടുത്ത എക്സാമ്പിൾ ഫൈൻഡ് ഔട്ട്. ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്കവർ, കണ്ടെത്തുക എന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫൈൻഡ് ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ നോക്കിക്കേ. ഐ ഫൗണ്ട് ഔട്ട് ദ ആൻസർ. ഞാൻ ഉത്തരം എന്ത് ചെയ്തു, ഞാൻ കണ്ടെത്തി. വി വിൽ ഫൈൻഡ് ഔട്ട് ദ ട്രൂത്ത്. നമ്മൾ സത്യം എന്ത് ചെയ്യും, നമ്മൾ കണ്ടെത്തും. ഓക്കെ, അടുത്ത ഫ്രേസൽ വെർബാണ് ക്യാരി ഓൺ. ക്യാരി ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂ, തുടരുക എന്നതിനാണ് എന്ത് പറയുക, ക്യാരി ഓൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ ആണ് ക്യാരി ഓൺ യുവർ വർക്ക്. നീ നിന്റെ വർക്ക് എന്ത് ചെയ്തോ, നീ കണ്ടിന്യൂ ചെയ്തോ എന്നതിന് നമ്മൾ എന്ത് പറയും, ക്യാരി ഓൺ യുവർ വർക്ക് എന്ന് പറയും. അതുപോലെ തന്നെ ദേ ക്യാരീഡ് ഓൺ ടോക്കിംഗ്. എന്താണ്? അവർ സംസാരിക്കുന്നത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു, തുടർന്നു കൊണ്ടേയിരുന്നു. അതിനെ നമ്മൾ എന്ത് പറയും, ദേ ക്യാരീഡ് ഓൺ ടോക്കിംഗ് എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മുടെ അടുത്ത ഫ്രേസൽ വെർബാണ് എന്ത്, പുട്ട് ഓഫ് എന്ന് പറയുന്നത്. പുട്ട് ഓഫ് എന്നതിൻ്റെ അർത്ഥം എന്താണ് മക്കളെ? പോസ്റ്റ്പോൺ എന്നാണ്. പോസ്റ്റ്പോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പോസ്റ്റ്പോൺ എന്ന് പറഞ്ഞാൽ നീട്ടി വെക്കുക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ നോക്കിക്കേ. നമ്മൾ മീറ്റിംഗ് ഒക്കെ നീട്ടി വെച്ചു അല്ലെങ്കിൽ ക്ലാസ് നീട്ടി വെച്ചു എന്നുള്ളതിനൊക്കെ നമുക്ക് എന്ത് പറയാം, പോസ്റ്റ്പോൺ ചെയ്തു എന്ന് നമ്മൾ പറയാറില്ലേ, അതാണ് ഇത്. അപ്പോൾ എക്സാമ്പിൾ എന്താണ്? ദേ പുട്ട് ഓഫ് ദ മീറ്റിംഗ്. ഞാൻ പറഞ്ഞ പോലെ മീറ്റിംഗ് എന്ത് ചെയ്തു, മാറ്റി വെച്ചു. ദ മാച്ച് വാസ് പുട്ട് ഓഫ്. നമ്മൾ ക്രിക്കറ്റ് ഒക്കെ കാണുമ്പോൾ പറയാറുണ്ട് ഇല്ലേ, മഴയൊക്കെ കാരണം എന്ത് ചെയ്തു, മാച്ച് വാസ് പുട്ട് ഓഫ് എന്ന്. അതായത് പോസ്റ്റ്പോൺ ചെയ്തു, മാറ്റിവെച്ചു, നീട്ടിവെച്ചു. ഓക്കെ,
അടുത്ത ഇമ്പോർട്ടൻറ്റ് ഫ്രേസൽ വേർബാണ് ടേൺ ഓൺ എന്ന് പറയുന്നത്. ടേൺ ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വിച്ച് ഓൺ എന്നാണ് അർത്ഥം. നമ്മൾ ഡെയിലി ലൈഫിൽ പറയുന്ന ഒന്നാണ് ടേൺ ഓൺ. ടി വി ഒന്ന് ടേൺ ഓൺ ചെയ്തേ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പോൾ അത് തന്നെ എന്താണ് എക്സാമ്പിൾ? ടേൺ ഓൺ ദ ഫാൻ. ഫാൻ എന്ത് ചെയ്യ്? ഫാൻ ഒന്ന് സ്വിച്ച് ഓൺ ചെയ്യ്. അതുപോലെ ഷീ ടേൺഡ് ഓൺ ദ ടി വി. അവൾ ടി വി എന്ത് ചെയ്തു? അവൾ ടി വി ഓൺ ചെയ്തു. ഓക്കെ, അടുത്ത ഫ്രേസൽ വേർബ് ടേൺ ഓഫ്. ടേൺ ഓണിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ സ്വിച്ച് ഓണിൻ്റെ ഓപ്പോസിറ്റ് സ്വിച്ച് ഓഫ് ആണ്. എന്ത് ചെയ്യുക? ഓഫ് ആക്ക്, ടി വി ഓഫ് ആക്ക്, അല്ലെങ്കിൽ ഫാൻ ഓഫ് ചെയ്യ് എന്നുള്ളതാണ് മീനിങ് വരുന്നത്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? ടേൺ ഓഫ് ദ ലൈറ്റ്സ്. ലൈറ്റ് എന്ത് ചെയ്യ്? ഓഫ് ചെയ്ത് വെക്ക്. ഹി ടേൺഡ് ഓഫ് ദ റേഡിയോ. അവൻ എന്ത് ചെയ്തു? റേഡിയോ ഓഫ് ചെയ്തു, സ്വിച്ച് ഓഫ് ചെയ്തു. അടുത്ത ഫ്രേസൽ വേർബ് പിക്കപ്പ് എന്ന് പറയുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രേസൽ വേർബാണ്. പിക്കപ്പ്. പിക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് വരുന്നത്? ലിഫ്റ്റ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ കളക്ട് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് വൺ, പിക്കപ്പ് ദ ബുക്ക്. ബുക്ക് എന്ത് ചെയ്യ്? പിക്കപ്പ് ദ ബുക്ക് എന്ന് പറഞ്ഞാൽ ബുക്ക് ആ നിലത്ത് നിന്ന് എടുക്കുക എന്നുള്ളതിനൊക്കെ നമുക്ക് എന്ത് പറയാം? പിക്കപ്പ് ദ ബുക്ക്, ബുക്ക് എടുക്ക്, ലിഫ്റ്റ് ചെയ്യ്. അല്ലെങ്കിൽ ഐ പിക്ഡ് അപ്പ് ദ ഫോൺ. ഞാൻ ഫോൺ എന്ത് ചെയ്തു? ഞാൻ ഫോൺ എടുത്തു. ഓക്കെ, അടുത്ത ഫ്രേസൽ വേർബ്, അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രേസൽ വേർബാണ് ബ്രിങ് അപ്പ് എന്ന് പറയുന്നത്. ബ്രിങ് അപ്പിൻ്റെ മീനിങ് എന്താണെന്നറിയോ? കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. എന്താണ്? മെൻഷൻ എന്നുള്ളതാണ് ബ്രിങ് അപ്പിൻ്റെ മീനിങ്. അതായത് ഇപ്പം ഞാനൊരു കോൺവെർസേഷനിൽ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് മെൻഷൻ ചെയ്യുവാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ബ്രിങ് അപ്പ്, മെൻഷൻ ചെയ്തു എന്ന് പറയാം. അതിൻ്റെ എക്സാമ്പിൾ നോക്കിക്കേ. ഷീ ബ്രോട്ട് അപ്പ് എ ക്വസ്റ്റ്യൻ. അവൾ എന്ത് ചെയ്തു? അവൾ ഒരു ക്വസ്റ്റ്യൻ മെൻഷൻ ചെയ്തു. അതുപോലെ ഹി ബ്രോട്ട് അപ്പ് ദ ടോപ്പിക്. അവൻ എന്ത് ചെയ്തു? അവനൊരു ടോപ്പിക്ക് മെൻഷൻ ചെയ്തു ഒരു കോൺവെർസേഷൻ്റെ ഇടയിൽ. അപ്പോൾ എന്ത് പറയാം? ഹി ബ്രോട്ട് അപ്പ് ദ ടോപ്പിക് എന്ന് പറയാം. ഓക്കെ, അടുത്തൊരു ഫ്രേസൽ വേർബാണ് റൺ അവേ എന്ന് പറയുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇതിൻ്റെ മീനിങ് എന്താണ്? റൺ അവേ എന്ന് പറഞ്ഞാൽ എന്താണ്? എസ്കേപ്പ് എന്നാണ് കേട്ടോ മീനിങ്. രക്ഷപ്പെടുക എന്നാണ് മീനിങ്. അപ്പോൾ എക്സാമ്പിൾ നോക്കിക്കേ. ദ തീഫ് റാൻ അവേ. കള്ളൻ എന്ത് ചെയ്തു? ഓടി രക്ഷപ്പെട്ടു. അതുപോലെ ദ ബോയ് റാൻ അവേ ഫ്രം ഹോം. ആൺകുട്ടി എന്ത് ചെയ്തു? അവൻ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഓക്കെ, അടുത്ത ഫ്രേസൽ വേർബാണ് ഗോ ഓൺ എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് പറയുന്ന ഒന്നാണ് ഗോ ഓൺ. എന്താണ് ഗോ ഓൺ എന്ന് പറഞ്ഞാൽ? കണ്ടിന്യൂ എന്നാണ് അർത്ഥം. കണ്ടിന്യൂ എന്നുള്ളതിന് നമ്മൾ വേറൊരു ഫ്രേസൽ വേർബ് നേരത്തെ പറഞ്ഞു. ഏതായിരുന്നു അത്? ക്യാരി ഓൺ എന്നുള്ളത് അല്ലേ? അതുപോലെ കണ്ടിന്യൂ എന്നതിന് പറയുന്ന ഒന്നാണ് ഗോ ഓൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ. ഗോ ഓൺ വിത്ത് യുവർ വർക്ക്. നീ നിന്റെ വർക്കുമായിട്ട് എന്ത് ചെയ്തോ? കണ്ടിന്യൂ ചെയ്തോ. ഇവിടെ നമുക്ക് എന്തും പറയാം, ക്യാരി ഓൺ എന്നും പറയാം അല്ലേ? അതുപോലെ തന്നെ ദ ഷോ വെന്റ് ഓൺ. ഗോ എന്ന് പറയുന്ന വേർബിൻ്റെ V2 ആണ്, പാസ്റ്റ് ഫോം ആണ് കേട്ടോ വെന്റ് എന്ന് പറയുന്നത്. അപ്പം എന്താണ്? ദ ഷോ വെന്റ് ഓൺ. അത് പറഞ്ഞാലും വെന്റ് ഓൺ എന്ന് പറഞ്ഞാലും എന്താണ്? ബേസിക്കലി ഗോ ഓൺ എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ഫ്രേസൽ വേർബ് നോക്കാം. അപ്പോൾ അടുത്ത ഫ്രേസൽ വേർബാണ് ടേക്ക് ഓഫ് എന്ന് പറയുന്നത്. ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? റിമൂവ് എന്നാണ് മീനിങ് വരുന്നത്. ഓക്കെ, എന്താണ്? റിമൂവ് ചെയ്ത് കളയുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ടേക്ക് ഓഫ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ. ടേക്ക് ഓഫ് യുവർ ഷൂസ്. എന്താണ്? നിന്റെ ഷൂസ് എടുത്ത് റിമൂവ് ചെയ്തേ, നീ ഷൂസ് എടുത്ത് മാറ്റിക്കേ. ഹി ടുക്ക് ഓഫ് ഹിസ് ക്യാപ്പ്. ടേക്കിൻ്റെ V2 ആണ്, ടേക്കിൻ്റെ പാസ്റ്റ് ആണ് എന്ത്? ടുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേർബ്സിൻ്റെ V1, V2, V3 ഫോംസ് അറിയുമെന്ന് വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന വേർബ്സിൻ്റെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർബ്സിൻ്റെ പാസ്റ്റ് ഫോമും അതുപോലെ V3 ഫോമും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ചു വെച്ച് പോകണം കേട്ടോ. അപ്പോൾ ടേക്ക് ഓഫ് എന്നുള്ളതിൻ്റെ V2 പാസ്റ്റ് ഫോം ആണ് എന്ത്? ടുക്ക് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ എക്സാമ്പിൾ? ഹി ടുക്ക് ഓഫ് ഹിസ് ക്യാപ്പ്. എന്താണ്? അവൻ അവൻ്റെ തൊപ്പി റിമൂവ് ചെയ്ത് കളഞ്ഞു, റിമൂവ് ചെയ്ത് മാറ്റി. ഓക്കെ, അടുത്ത ഒരു ഫ്രേസൽ വേർബാണ് പുട്ട് ഓൺ എന്ന് പറയുന്നത്. അടുത്ത ഫ്രേസൽ വേർബാണ് പുട്ട് ഓൺ എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? വിയർ എന്നാണ് കേട്ടോ. അതായത് ധരിക്കുക എന്നാണ്. നമ്മൾ ഡ്രസ്സ് ധരിക്കില്ലേ, അതിന് പറയുന്ന ഫ്രേസൽ വേർബാണ് എന്ത്? പുട്ട് ഓൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? പുട്ട് ഓൺ യുവർ കോട്ട്. എന്ത് ചെയ്യ്? നീ നിന്റെ കോട്ട് എടുത്ത് വിയർ ചെയ്യ്. ഷീ പുട്ട് ഓൺ ഹെർ ഗ്ലാസസ്. അവൾ എന്ത് ചെയ്തു? അവൾ അവളുടെ സ്പെക്സ്, അവളുടെ കണ്ണട എന്ത് ചെയ്തു? അവൾ ധരിച്ചു. ഓക്കെ, അടുത്തൊരു ഫ്രേസൽ വേർബ് ലുക്ക് ഫോർ.
ഈ ഫ്രേസൽ വെർബിന്റെ മീനിങ് എന്താണ്? സെർച്ച് എന്നാണ് കേട്ടോ. നമ്മളൊരു കാര്യം തിരയുന്നതിന് പറയുന്നതാണ് എന്ത്? ലുക്ക് ഫോർ എന്നുള്ളത്. ഇപ്പൊ എക്സാമ്പിൾ നോക്കിക്കേ, ഐ ആം ലുക്കിംഗ് ഫോർ മൈ പെൻ. ഞാൻ എന്ത് ചെയ്യണം? ഐ എം സെർച്ചിങ് ഫോർ മൈ പെൻ എന്നുള്ളതിന് നമുക്ക് എന്ത് പറയാം? ഐ എം ലുക്കിംഗ് ഫോർ മൈ പെൻ എന്ന് പറയാം. അതുപോലെ തന്നെ ഷീ ലുക്ക്ഡ് ഫോർ ഹെർ ബാഗ്. അവൾ എന്ത് ചെയ്തു? അവൾ അവളുടെ ബാഗിന് വേണ്ടിയിട്ട് ബാഗ് സെർച്ച് ചെയ്തു എന്നുള്ളതിന് എന്ത് പറഞ്ഞു? ഷീ ലുക്ക്ഡ് ഫോർ ഹെർ ബാഗ് എന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ. അടുത്തൊരു ഫ്രേസൽ വെർബ് ലുക്ക് ഫോർ കഴിഞ്ഞിട്ട് അടുത്തതാണ് എന്ത്? ലുക്ക് അറ്റ് എന്നുള്ളത്. ലുക്ക് അറ്റ് എന്നുള്ളതിന്റെ മീനിങ് എന്താ മക്കളെ? വാച്ച് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ എന്താണ് വാച്ച് ചെയ്യുക? നമ്മൾ കാണൂലേ, അതിന് പറയുന്നതാണ് എന്ത്? ലുക്ക് അറ്റ്, നോക്കുന്നതിന്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ നോക്കിക്കേ, ലുക്ക് അറ്റ് ദ ബോർഡ്. ടീച്ചറൊക്കെ പറയലില്ലേ എപ്പോഴും ലുക്ക് അറ്റ് ദ ബോർഡ് എന്നുള്ളത്, അതാണിത്. അടുത്തത് ഹി ലുക്ക്ഡ് അറ്റ് ദ സ്കൈ. അവൻ എന്ത് ചെയ്തു? അവൻ ആകാശത്തോട്ട് നോക്കി. ഓക്കെ ആണല്ലോ. അടുത്തൊരു ഫ്രേസൽ വെർബ് ബ്രേക്ക് ഡൗൺ. നമ്മളെപ്പോഴും പറയുന്നതാണ്, ആൺകുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും മനസ്സിലാവും. അപ്പം എന്താണ് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ? സ്റ്റോപ്പ് വർക്കിംഗ്. എന്ത് ചെയ്തു? പ്രവർത്തിക്കുന്നത്. ഒരു സാധനം വർക്ക് ചെയ്യുന്നത് നിലയ്ക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റോപ്പ് ആവുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രേക്ക് ഡൗൺ എന്നുള്ള ഫ്രേസൽ വെർബ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ, ദ കാർ ബ്രോക്ക് ഡൗൺ. ഇപ്പം മനസ്സിലായല്ലോ മാം എന്തുകൊണ്ടാണ് അത് ബോയ്സിന് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് പറഞ്ഞത്? നമ്മൾ വണ്ടിയൊക്കെ എവിടെയെങ്കിലും വഴിയിൽ സ്റ്റോപ്പ് ആവുന്ന സമയത്ത് നമ്മൾ നന്നാക്കാൻ വേണ്ടിയിട്ട് വിളിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ബ്രേക്ക് ഡൗൺ ആയതാണ് എന്നൊക്കെ പറയില്ലേ? അതാണിത് കേട്ടോ. അപ്പോൾ കാർ എന്ത് ചെയ്തു? ബേസിക്കലി വർക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തു. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ, അവർ ബൈക്ക് ബ്രോക്ക് ഡൗൺ. ഞങ്ങളുടെ ബൈക്ക് വർക്ക് ചെയ്യുന്നത് നിലച്ചു, സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഈ ഫ്രേസൽ വെർബ് ആരും ഇനി മറക്കൂലല്ലോ. അടുത്തൊരു ഫ്രേസൽ വെർബാണ് കോൾ ഓഫ് എന്ന് പറയുന്നത്. കോൾ ഓഫ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണ്? ക്യാൻസൽ എന്നാണ് കേട്ടോ. നമ്മളൊരു സാധനം, ഒരു കാര്യം ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് പറയാം? കോൾ ഓഫ് എന്ന് പറയാം. എക്സാമ്പിൾ നോക്കിക്കേ, ദേ കോൾഡ് ഓഫ് ദ ട്രിപ്പ്. അവരെന്ത് ചെയ്തു? അവർ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. ദ ഗെയിം വാസ് കോൾഡ് ഓഫ്. ഒരു ഗെയിം ഉണ്ടായിരുന്നു, ക്രിക്കറ്റ് മാച്ചോ ഫുട്ബോൾ മാച്ചോ എന്തോ ആയിക്കോട്ടെ, അതെന്ത് ചെയ്തു? അത് കോൾഡ് ഓഫ്, അതായത് അത് ബേസിക്കലി ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഓക്കെ ആണല്ലോ. അടുത്ത ഫ്രേസൽ വെർബാണ് കം ഇൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ടീച്ചറൊക്കെ നമ്മുടെ അടുത്ത് പറയാറുണ്ടല്ലേ, നമ്മൾ മേ കം ഇൻ എന്ന് ചോദിക്കുമ്പോൾ യെസ് കം ഇൻ എന്ന് പറയില്ലേ. അപ്പം കം ഇൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റർ എന്നാണ്. വരൂ എന്നുള്ളതാണ് എന്ത്? കം ഇൻ എന്ന ഫ്രേസൽ വെർബിൻ്റെ മീനിങ്. എക്സാമ്പിൾ നോക്കിക്കേ, പ്ലീസ് കം ഇൻ, ഹീ കെയിം ഇൻ ക്വയറ്റ്ലി. ഓക്കെ ആണല്ലോ. അടുത്തൊരു ഫ്രേസൽ വെർബാണ് ഗിവ് ബാക്ക് എന്നുള്ളത്. ഗിവ് ബാക്കിൻ്റെ മീനിങ് എന്താണ്? റിട്ടേൺ എന്നാണ് കേട്ടോ. നമ്മളൊരു സാധനം തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പറയുന്ന ഫ്രേസൽ വെർബാണ് എന്ത്? ഗിവ് ബാക്ക് എന്നുള്ളത്. എക്സാമ്പിൾ നോക്കിക്കേ, ഗിവ് ബാക്ക് മൈ ബുക്ക്. എന്ത് ചെയ്യൂ? എൻ്റെ ബുക്ക് എനിക്ക് തിരിച്ചു തരൂ. അടുത്ത എക്സാമ്പിളോ, ഷീ ഗേവ് ബാക്ക് ദ മണി. അവൾ എന്ത് ചെയ്തു? അവൾ മണി, പൈസ തിരിച്ചു തന്നു. ഗേവ് ബാക്ക്. ഓക്കെ ആണല്ലോ. അടുത്ത ഫ്രേസൽ വെർബ് ലുക്ക് ഔട്ട് എന്നുള്ളത്. നമ്മൾ ലുക്ക് അറ്റ് പഠിച്ചല്ലോ, അപ്പം അതുപോലെയുള്ള ഒന്നാണ് എന്ത്? ലുക്ക് ഔട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ബി കെയർഫുൾ, ശ്രദ്ധിക്കൂ എന്നുള്ളതാണ്. ബി കെയർഫുൾ എന്ന് നമ്മൾ പറയാറില്ലേ? അപ്പം അതിന് പകരം നിങ്ങൾക്ക് ഇനി എന്ത് പറയാം? ലുക്ക് ഔട്ട് എന്ന് പറയാം. ഓക്കെ, അപ്പം എക്സാമ്പിൾ നോക്കിക്കേ, ലുക്ക് ഔട്ട് ഫോർ ദ കാർസ്. ആരെങ്കിലും ഒക്കെ റോഡ് ക്രോസ് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് പറയാം? ലുക്ക് ഔട്ട് ഫോർ ദ കാർസ്. എന്താണ്? കാർസ് ഒക്കെ വരുന്നത് ശ്രദ്ധിക്കണം എന്ന് പറയാം. അതുപോലെ എന്താണ്? ലുക്ക് ഔട്ട്, ഇറ്റ്സ് ഫാളിങ്. എന്താണ്? ശ്രദ്ധിക്കുക, അത് വീഴാണ്. ഇപ്പോൾ വല്ല തേങ്ങയൊക്കെ വീഴാൻ നിൽക്കുന്നുണ്ടല്ലേ, നമുക്ക് പറയാം ലുക്ക് ഔട്ട്, നോക്ക്, ശ്രദ്ധിച്ച് നിൽക്കുക. എന്താണ്? ഇറ്റ്സ് ഫാളിങ്, അത് വീഴാൻ പോവുകയാണ്, അത് വീഴാണ് എന്ന് നമുക്ക് പറയാം. ഈസി ആണല്ലോ. അപ്പോൾ നമ്മുടെ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രേസൽ വേർബ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. പൊതുവേ നമ്മൾ ഫ്രേസൽ വേർബ് എന്ന് കേൾക്കുമ്പോൾ അപ്പോൾ പറയും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഡിഫിക്കൽട്ടാണ്, അത് പഠിക്കുന്നില്ല, അതിൻ്റെ മാർക്ക് കിട്ടൂല എന്ന് പറയും. പക്ഷെ ഇനി അങ്ങനെ മക്കൾ പറയരുത്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രേസൽ വേർബ്സും അതിൻ്റെ മീനിങ്ങും എക്സാമ്പിൾ വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതുക. അടുത്തൊരു ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ. ടിൽ ദെൻ ബൈ.